ബിസ്മില്ലാഹിമിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇനി സൂറത്തുൽ മുൽക്കിലെ പാർട്ട് 2 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് വസിറു കൗലക്കും അവിജ്ഹറു ബിഹി എന്നുള്ള ആയത്ത് മുതൽ. അപ്പോൾ ഹാദാ ഇഖ്ബാറും മിനല്ലാഹി ബിസാഅത്തി ഇൽമിഹി, അള്ളാഹുവിൻ്റെ വിശാലമായ അറിവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. വശുമൂലു ലുത്തുഫിഹാൻ്റെ ആ കരുണ ഉൾക്കൊള്ളിക്കലിനെ കുറിച്ചുമാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫക്കാല, അപ്പോൾ അള്ളാഹു താല പറയാണ്, വസിറു കൗലക്കും, നിങ്ങൾ നിങ്ങളുടെ വാക്കിനെ മറച്ചു വെക്കുക, അവിജ്ഹറു ബിഹി അല്ലെങ്കിൽ അതിനെ പരസ്യമാക്കുക. അതായത് കുല്ലുഹ സവാഉൻ ലദൈഹി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും അത് സമമാണ്. ലാ യഖ്ഫ അലൈഹി മിൻഹാ ഖാഫിയ, അതിൽ നിന്നൊരു അണുമണി തൂക്കം പോലും അള്ളാഹുവിനെ തൊട്ട് മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ നെഞ്ചകങ്ങളിൽ ഉള്ളത് കാര്യങ്ങൾ പോലും, അതായത് നമ്മൾ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിന് മനസ്സിലാകുന്നതാണ്. ഐ ബിമാ ഫീഹാ മിനൻ നിയ്യാത്ത്, ഹൃദയത്തിൽ നമ്മൾ മനസ്സിൽ കരുതുന്ന എല്ലാ നിയ്യത്തുകളെപ്പോലും അള്ളാഹു അറിയുന്നവനാണ്. വല്ലിറാദാത്ത്, നമ്മുടെ ഉദ്ദേശങ്ങൾ. കൈഫ ബിൽ അക്വാൽ, പിന്നെ വാക്കുകളെ കുറിച്ച് അറിയാതിരിക്കുമോ? നമ്മുടെ നിയ്യത്ത് പോലും അറിയുന്ന അള്ളാഹുവിന് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. കൈഫ ബിൽ അക്വാൽ വല്ലഫ് ആൽ, പ്രവർത്തനങ്ങൾ. അല്ലതീ തസ്മൗ വതറ, നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പിന്നെ അള്ളാഹുവിനെ തൊട്ട് മറയ്ക്കാൻ കഴിയുമോ? നെഞ്ചിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുന്ന അള്ളാഹുവിനെ തൊട്ട് നമ്മൾ പോലും കാണുന്ന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ കേൾക്കുന്ന വാക്കുകളോ ഒന്നും മറച്ചു വെക്കാൻ ഒരിക്കലും സാധ്യമല്ല. സുമ്മകാല, പിന്നെ പറഞ്ഞു, മുസ്തദില്ലൻ ബിദലീലിൻ അഖ്ലീൻ, ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ലഭിക്കുന്ന തെളിവിന് വേണ്ടി, അലാ ഇൽമിഹി, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തെളിവായിക്കൊണ്ട് അടുത്ത ആയത്ത് പറയാണ്, അലാ അറിയണേ, യഅലമു മൻ ഖലഖ, സൃഷ്ടിപ്പിനെ അറിയുന്ന അള്ളാഹു, ഫമൻ ഖലഖൽ ഖൽഖ, സൃഷ്ടികളെ സൃഷ്ടിച്ച അള്ളാഹു, വാത്തുക്കനഹു, അതിനെ ദൃഢമാക്കി വെക്കുകയും ചെയ്തു, വാഹ്സനഹു, എല്ലാ സൃഷ്ടിപ്പിനെയും നല്ലതായ രീതിയിൽ സൃഷ്ടിച്ച അള്ളാഹു, കൈഫലായാലമുഹു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയാതിരിക്കുക? കാരണം ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിന് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ അറിയാതിരിക്കുക? വഹുവൽ ലത്തീഫ്, അവൻ എല്ലാത്തിനെയും സൂക്ഷ്മമായി അറിയുന്നവൻ, മൽ ഖബീറു, അഗാധജ്ഞാനിയുമാകുന്നു. അല്ലദീ ലതഫ ഇൽമുഹു വഖബറു, അവൻ്റെ അറിവും വിജ്ഞാനവുമെല്ലാം വളരെ സൂക്ഷ്മമായതാണ്. ഹത്താദ്രക്കൽ സറായിർ, രഹസ്യങ്ങളും വല്ലമായർ, മറഞ്ഞ കാര്യങ്ങളും രഹസ്യമാക്കി വെച്ചതും എല്ലാം അവൻ എത്തിക്കുന്നതാണ്, അവൻ അറിയുന്നതാണ്. വൽ ഖഫായ, മറഞ്ഞ കാര്യങ്ങൾ, വൽ ഉയൂബ്, അദൃശ്യമായത് എല്ലാം അള്ളാഹു അറിയുന്നവനാകുന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വഖൂലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവ അവൻ, അല്ലദീ ജഅല ലക്കുമുൽ അർള, ഭൂമിയെ നിങ്ങൾക്കാക്കി തന്നിരിക്കുന്നു, ദലൂലൻ, അതൊരു വിധേയമായതാക്കി തന്നിരിക്കുന്നു. ഫംശൂ ഫീ മനാകിബിഹ, ആ ഭൂമിയുടെ ഭാഗങ്ങളിലൂടെ എല്ലാം നിങ്ങൾ സഞ്ചരിക്കുന്നു. വകുലൂ മിൻ റിസ്ഖിഹി, അതിൻ്റെ ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വഇലൈഹിൻ നുശൂർ, അള്ളാഹുവിലേക്കാകുന്നു, അവനിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. ഐ ഹുവല്ലദീ സഖറ ലക്കുമുൽ അർള, ഭൂമിയെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വദല്ലലഹ, വൈപ്പിടിയിച്ചു തന്നു, വിധേയമാക്കി തന്നു. ലിതുദ്രികൂ മിൻഹാ കുല്ലമാ തഅല്ലഖത് ബിഹി, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി. തഅല്ലഖ ബിഹി ഹാജത്തുക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി. മിൻ അർസിൻ, കൃഷി ചെയ്യുക, വബിനായിൻ, വഹർസിൻ, ഉഴുതുമറിക്കുക, അതുപോലെ കെട്ടിടമുണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി. വതുർക്കുൻ യതവസ്സലു ബിഹാ ഇലൽ അഖ്താരിൻ നായിയ വൽ ബുൽദാനി ഷാസിയ, വിശാലമായ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കും അതുപോലെ നാടുകളിലേക്കും എത്തിച്ചേരാൻ വേണ്ടിയുള്ള വഴികൾ, അതെല്ലാം നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു. ഫംശൂ ഫീ മനാകിബിഹ, അതിൻ്റെ ഭാഗങ്ങളിലൂടെ എല്ലാം നിങ്ങൾ സഞ്ചരിക്കുന്നു. ലിത്വൽബി റിസ്കി, ഭക്ഷണം തേടിക്കൊണ്ടും, വൽ മക്കാസിബി, അതേപോലെ സമ്പാദിക്കാൻ വേണ്ടിയും, വൽ മായിഷത്തി, ജീവിതോപാധികൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾ സഞ്ചരിക്കുകയാണ് ഭൂമിയിലൂടെ.
വക്കുലൂ മിൻ റിസ്കിഹി, അവൻ്റെ ഭക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുന്നു. വൈലേഹി നുഷൂർ, അവരിലേക്കാകുന്നു നിങ്ങളുടെ മടക്കമായി. ബഅദ അൻ തൻതഖിലൂ മിൻ ഹാദിഹി ദാരില്ലത്തി ജഅലഹല്ലാഹു ഇംതിഹാനൻ, നിങ്ങൾ പരീക്ഷണമാക്കിയ ഈ ഭൂമിയിൽ നിന്നും നിങ്ങൾ നീങ്ങിപ്പോയതിന് ശേഷം, അതായത് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. വബുൽ അത്തൻ യതബല്ലൗ ബിഹാ ഇലദ്ദാരിൽ ആഖിറ, അതായത് ദുനിയാവ് എന്ന് പറയുമ്പോൾ പരീക്ഷണമാക്കിയ സ്ഥലം. യതബല്ലൗ ബിഹാ ഇല ദാരിൽ ആഹിറ, അതുകൊണ്ട് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങൾ എവിടേക്ക് എത്തിച്ചേരും? ദാറുൽ ആഹിറത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മഹ്ശറയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. തബഅസൂന ബഅദ മൗതിക്കും, നിങ്ങൾ നിങ്ങളുടെ മരണത്തിന് ശേഷം പുനർജന്മം എടുക്കപ്പെടും. വതുഹ്ശറൂന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. എന്തിനു വേണ്ടി? ലിയുജാസിക്കും, നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി. ബിഅഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്. അൽ ഹസനത വസ്സയ്യ, നല്ല പ്രവർത്തനങ്ങൾക്കും. വസ്സയ്യ, മോശം പ്രവർത്തനങ്ങൾക്കുമെല്ലാം പ്രതിഫലം നൽകാൻ വേണ്ടി. ഇനി അടുത്ത ആയത്തുകളാണ് 16 to 18 വരെയുള്ള ആയത്തുകളാണ്. അമിൻതും, നിങ്ങൾ നിർഭയരാണോ? മൈ ഫിസ്സമാ, ഈ ആകാശത്തുള്ള ഒരുത്തനെ തൊട്ട് നിങ്ങൾ നിർഭയനാണോ? അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ ഭയപ്പാടില്ലാത്തവരാണോ? അൻ യഖ്സിഫ ബിക്കുമുൽ അർള, നിങ്ങളെയും കൊണ്ട് അവൻ ഭൂമിയെ റാഞ്ചലിനെ. ഫൈദാഹിയ തമൂർ, അപ്പോൾ അത് ചലിക്കുന്നതായിരിക്കും. അതായത് ഭൂമിയെ ഉയർത്തലിനെയോ അല്ലെങ്കിൽ ഭൂമിയെ ചലിപ്പിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ? അല്ലെങ്കിൽ അമിൻതും, നിങ്ങൾ നിർഭയരാണോ? മംഫിസമായി, ആകാശത്തുള്ളവനെ കുറിച്ച്. അൻ യുർസിലാലേക്കും, അവൻ നിങ്ങളിലേക്ക് അയക്കലിനെ. ഹാസിബൻ, ചരൽക്കാറ്റ്. ഫസ താലമൂന, അങ്ങനെ അവൻ അയച്ചാൽ. ഫസ താലമൂന, നിങ്ങൾ വയ്യ അറിയുന്നതാണ്. കൈഫ നദീർ, നമ്മുടെ മുന്നറിയിപ്പുകളെ കുറിച്ച് അവൻ വയ്യ അറിയുന്നതാണ്. വലക്കത് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളും നിശ്ചയം കളവാക്കിയിരിക്കുന്നു. കൈഫ കാന നക്കീർ, അവരോടുള്ള നമ്മുടെ പ്രതികാരം എത്രത്തോളമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നതാണ്. ഹാദാ തഹ്ദീദും വ വഈദ്, ഇതൊരു താക്കീതും ഒരു ഭയപ്പെടുത്തലുമാകുന്നു. ലിമൻ ഇസ്തമറ, ആർക്ക്? ലിമൻ ഇസ്തമറ ഫി തുഗ്യാനിഹി വ തഅദീഹി, അവൻ്റെ അക്രമത്തിലും അല്ലെങ്കിൽ അവൻ്റെ വൈകേടിലും ഇപ്പോഴും സ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്. വൈസിയാനിഹി, അവൻ്റെ എതിര് ചെയ്യലും. അൽ മോജിബിൻ ലിന്നിക്കാലി, ശിക്ഷാ നടപടികളെ നിർബന്ധമാക്കുന്ന തരത്തിലുള്ള അള്ളാഹുവിനോട് ഇപ്പോഴും എതിര് ചെയ്യുന്ന ആളുകൾക്ക്. വഹുലൂലിൽ ഉക്കൂബത്തി, പോലെ ശിക്ഷ ഇറങ്ങുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തലുമാകുന്നു. ഫകാല, അപ്പോൾ അള്ളാഹു താല പറയാണ്, അമിൻതും മൻ ഫിസ് സമായി എന്നുള്ളത് ആരെ കുറിച്ചാണ്? ബഹു അള്ളാഹു താല, അള്ളാഹുവിനെ കുറിച്ചാണ്. അൽ ആലി അലാ ഖൽഖി, അവൻ്റെ സൃഷ്ടികളെക്കാൾ ഉയർന്ന അള്ളാഹുവിനെ കുറിച്ചാണ്. അപ്പോൾ അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്നാണ് ആയത്തിൻ്റെ അർത്ഥം എന്നുള്ളത്. യഖ്സിഫ ബിക്കുമുൽ അർള, അവൻ നിങ്ങളെ ഭൂമിയെയും കൊണ്ട് റാഞ്ചുക എന്നുള്ളത്. വൈദാഹിയ തമൂർ, അത് എന്താകുമ്പോൾ? ചലിക്കുമ്പോൾ. ബിക്കും, നിങ്ങളെയും കൊണ്ട്. വതൽതരിബു, അത് പ്രകമ്പനം കൊള്ളുമ്പോൾ. ഹത്താ തത്തലഫക്കും വതഹ്ലികുക്കും, നിങ്ങളെ നശിപ്പിക്കുകയും നിങ്ങളെ മറിച്ചിടുകയും ചെയ്യുന്ന. അമിൻതും, നിങ്ങൾ ഭയപ്പെടുന്നില്ല. മംഫിസമായ അള്ളാഹുവിനെ തൊട്ട്. അയ്യുർസിലാലേക്കും ഹാസിബ, അവൻ ചരൽമയെ വർഷിപ്പിക്കൽ. അയ്യാദാബം മിനസ്സമായ, ആകാശത്തു നിന്നും ശിക്ഷ. യൂസിക്കും, നിങ്ങളെന്താക്കും? ചരൽക്കാറ്റ് കൊണ്ടടിച്ചു വീശും. വയൻതകിമുല്ലാഹു മിൻകും, അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. വസ തഅലമൂന, അപ്പോൾ നിങ്ങൾ വയ്യെ മനസ്സിലാകും. കൈഫ നദീർ, നമ്മുടെ താക്കീത് എന്തായിരുന്നു എന്ന്. കൈഫയാത്തീക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നതെന്ന്. മാ അൻസർതുക്കും ബിഹി, നാം നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയത്. ആര് മുന്നറിയിപ്പ് നൽകിയത്? റസുൽ വൽ കുത്തുബ്, ഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളും അതുപോലെ പ്രവാചകന്മാരുമെല്ലാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യം നിങ്ങൾക്ക് എത്തിച്ചേർന്നതെന്ന് നിങ്ങൾ വയ്യെ മനസ്സിലാക്കുന്നതാണ്. അവലം യറോയിലത്വരി, അവർ പക്ഷിയിലേക്ക് നോക്കുന്നില്ലേ? ഫൗക്കഹും, അവർക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന. സാഫാത്തിൻ, അണിയണിയായിക്കൊണ്ട് സഞ്ചരിക്കുന്ന. വയക്ബിൽന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, വയക്ബിൽന, അത് പിടിച്ചു വെക്കുന്നു. പക്ഷികളൊക്കെ കാണാം, എന്താ 2 വട്ടം ചിറകടിച്ചതിന് ശേഷം കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വീശാതെ രീതിയിൽ അവരുടെ ചിറകൊക്കെ പിടിച്ചു വെക്കുന്നതായിട്ട് കാണാം. എന്നാലോ അത് നിലത്ത് വീഴുന്നില്ല. മാ യുംസികുന്ന, അവ നിലത്ത് ഭവിക്കലിനെ തൊട്ട് അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇല്ല റഹ്മാൻ, അല്ലാഹു അല്ലാതെ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാ കാര്യങ്ങളെയും കാണുന്നവനാകുന്നു. ഹാദാ ഇതാബുൻ വഹസ്സുൻ അലന്നദരി, ഇതൊരു ആക്ഷേപവും പ്രേരണയുമാകുന്നു. അലന്നദരി,
ചിന്തിക്കാൻ വേണ്ടി ഇലാ ഹാലത്തി ത്വയ്രി പക്ഷിയുടെ അവസ്ഥയിലേക്ക് അല്ലദീ സഖറഹ അല്ലാഹു അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. സഖറഹ ലഹൽ ജവ്വു അവകൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ത്? അൽ ജവ്വു അന്തരീക്ഷവും വൽ ഹവാ കാറ്റുമെല്ലാം. തസിഫു ഫീഹി അജ്നിഹതുഹാ ലിത്വയ്റാൻ തസിഫു ഫീഹി അജ്നിഹതുഹാ അതിൻ്റെ ചിറകുകൾ അത് അടിക്കുന്നു ലിത്വയ്റാൻ പറക്കാൻ വേണ്ടി. വതഖ്ബിലുഹാ ലിൽ വുഖൂഇ താഴാൻ വേണ്ടി അതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. ഫതളില്ലു സാബിയത്തൻ ഫിൽ ജവ്വി അത് അന്തരീക്ഷത്തിൽ നീന്തുന്നതിനെ പോലെയാകുന്നു. ഫമുത്രദ്ദിദൻ ഫീഹി അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിക്കൊണ്ട് ബിഅസ്ബിറാദത്തി അവാജിത്തി അതിൻ്റെ ആവശ്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും അനുസരിച്ച് താഴുകയും പൊന്തുകയും ഒക്കെ ചെയ്യുന്ന പക്ഷികളെ കാണാം. മാ യുംസികുന്ന ഇല്ല റഹ്മാൻ ഫഇന്നഹുല്ലദീ സഖറാ ലഹുന്നൽ ജവ്വ അവക്കെല്ലാം അന്തരീക്ഷത്തെ കീഴ്പ്പെടുത്തി കൊടുത്തവൻ അള്ളാഹുവാണ്. അവന അല്ലാതെ അതിനെന്താക്കുന്നില്ല, പിടിച്ചു വെക്കുന്നില്ല. അപ്പം അത് നിലത്ത് വീണ് പോകുന്നതിനെ തൊട്ട് കാക്കുന്നത് ആരാണ്? അള്ളാഹു ആകുന്നു. വജഅല അജ്സാദഹുന്ന വഹൽഖുഹുന്ന ഫീ ഹാലത്തിൻ മുസ്തഇദ്ദത്തിൻ ലിത്വയ്റാൻ അള്ളാഹു അതിൻ്റെ ശരീരത്തെയും അതിൻ്റെ സൃഷ്ടിപ്പിനെയും എല്ലാം പറക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അതിനെന്താക്കി സൃഷ്ടിച്ചു. ഫമൻ നളറ ഫീ ഹാലത്തി ത്വയ്രി ആരെങ്കിലും ഈ പക്ഷിയുടെ അവസ്ഥയിലേക്ക് നോക്കിയാൽ വഅ്തബറ അവൻ പാഠം ഉൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫീഹ അതിൽ ദല്ലത്തുഹു അല ഖുദ്റത്തിൽ ബാരി ഇത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ കഴിവിനെ അറിയിക്കുന്നു. ഇനായത്തിയ റബ്ബാനിയ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവൻ ഇലാഹാണ് എന്നുള്ളത് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. വഅന്നഹുൽ വാഹിദുൽ അഹദ് അവൻ ഏകനാകുന്നു, ഒരുവനാകുന്നു. അല്ലദീ ലാ തൻബഇൽ ഇബാദത്തു ഇല്ലാ ലഹു അവനല്ലാതെ ആരാധനക്ക് മറ്റാരും യോഗ്യനല്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ അവൻ എല്ലാറ്റിനെയും കാണുന്നവനാണ്. വഹുവൽ മുദബ്ബിർ അവനാണ് പരിപാലിക്കുന്നവൻ ലിഇബാദിഹി തൻ്റെ അടിമകളെ ബിമാ യുത്തീഖു ബിഹിം അവർക്ക് സാധ്യമാകുന്നത്. വതഖ്തളീ ഹിക്മത്തു അവൻ്റെ യുക്തി തേടുന്നതും അവന് നൽകുന്നവൻ അള്ളാഹു ആകുന്നു. അമ്മൻ ഹാദല്ലദീ ഇവൻ ആരാണ്? ഹുവ ജുന്ദുല്ലക്കും അവൻ നിങ്ങൾക്ക് സഹായിയാകുന്നു. യൻസുറുക്കും അവൻ നിങ്ങളെ സഹായിക്കുന്നു. മിൻ ദൂനിർ റഹ്മാൻ അള്ളാഹുവിനെ കൂടാതെ അങ്ങനത്തെ ഒരുവൻ ആരാണ്? ഇനിൽ കാഫിറൂന അങ്ങനെ പറയുന്ന കാഫിരീങ്ങളല്ല ഇല്ലാ ഫി ഉറൂർ വഞ്ചിക്കപ്പെട്ടവരല്ലാതെ എല്ലാവർ വെറും വഞ്ചനയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മൻ ഹാദല്ലദീ ഇവൻ ആരാണ്? യർസുഖുക്കും അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഇൻ അംസക റിസ്ഖഹു അള്ളാഹു ആ ഭക്ഷണത്തെ പിടിച്ചു വെച്ചാൽ ഭക്ഷണം നൽകപ്പെടുമെന്ന് പറയുന്ന ഇവനാരാണ്? ബല്ലജു എന്നല്ല അവർ ഉറച്ചു നിന്നിരിക്കുന്നു ഫി ഉതുവിൻ ധിക്കാരത്തിലും വനുഫൂർ യഥാർത്ഥത്തെ തൊട്ട് വിദൂരമായി നിൽക്കലിലും അവർ മാറി നിൽക്കുന്നവരാകുന്നു. യഖൂലു തആല ലിൽ ഇനാത്തിൽ നാഫിരീന അൻ അംരിഹി അള്ളാഹുവിൻ്റെ കൽപ്പനയെ തൊട്ട് വെറുപ്പ് കാണിച്ച് ധിക്കാരം കാണിക്കുന്ന ആളുകളെ തൊട്ട് അൽ മുഅരിളീന അനിൽ ഹക്കി സത്യത്തെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളെ തൊട്ടും അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്ന ഇവരാരാണ്? ഐ യൻസുറുക്കും നിങ്ങളെ സഹായിക്കും ഇദാ അറാദ ബിക്കുമുർ റഹ്മാൻ സുഅൻ അള്ളാഹു വല്ല മോശത്തരവും നിങ്ങളോട് അല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് പ്രതീക്ഷിച്ചാൽ അതിനെയൊക്കെ തടുത്ത് നിങ്ങളെ സഹായിക്കാൻ വരുന്ന ഇവനാരാണ്? ഫയദ്ഫഉ അൻഹും എന്നിട്ട് നിങ്ങളെ തൊട്ട് ആ പ്രയാസത്തെ അവൻ തടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മൻ ലദീ യൻസുറുക്കും അലാ അഅദാഇക്കും ഗൈറ റഹ്മാൻ അല്ലാഹു അല്ലാതെ നിങ്ങളുടെ ശത്രുക്കെതിരിൽ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ് ഖുർആൻ. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും മിൻ അംസക റിസ്ഖഹു അള്ളാഹു ഭക്ഷണം നിങ്ങളെ തൊട്ട് തടഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുക? റിസ്ഖു കുല്ലുഹു മിനല്ലാഹ് അതായത് അങ്ങനെ ഖുർആൻ ചോദിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വേറെ ആരുമില്ല, അത് അള്ളാഹു തന്നെയുള്ളൂ. അതിൻ്റെ ഉത്തരം എന്താണ്? റിസ്ഖു കുല്ലുഹു മിനല്ലാഹ് ഭക്ഷണമെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വലൗ അംസക അൻകും റിസ്ഖഹു നിങ്ങളുടെ ഭക്ഷണം എങ്ങാനും നിങ്ങളെ തൊട്ട് അള്ളാഹു പിടിച്ചു വെച്ചാൽ ഫമിനല്ലദീ യർസിലുഹു ലക്കും പിന്നെ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുക? ഫഇന്നൽ ഖൽഖ ലാ യഖ്ദിറൂന അലാ റിസ്ഖി അൻഫുസിഹിം കാരണം സൃഷ്ടികൾ എന്താണ്?
ലായക്കദിറൂന അവർക്ക് കഴിവാവുകയില്ല, അലാ റിസ്കി അൻഫുസിഹിം സ്വന്തത്തിന് പോലും ഭക്ഷണം നൽകാൻ അവർക്ക് അള്ളാഹു എങ്ങാനും അവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം അവരെ തൊട്ട് പിടിച്ചു വെച്ചാൽ അവർക്ക് പോലും ഭക്ഷണം ലഭിക്കുന്നതിനെ തൊട്ട് എന്താണ് അവർ അശക്തരാണ്. ഫകൈഫ ബിഗൈരിഹിം പിന്നെ എങ്ങനെയാണ് അവർ മറ്റുള്ളവരെ സഹായിക്കുക? ഫർ റസാഖുൽ മുൻഇം അപ്പോൾ അന്നദാതാവ്, അൽ മുൻഇം അനുഗ്രഹം ചെയ്തവനായ അന്നദാതാവ്, അല്ലദീ ലാ യുസീബൽ ഇബാദു നിഅമത്തൻ ഇല്ലാ മിൻഹു ഒരു അടിമയും തന്നെ ലഭിക്കുകയില്ല നിഅമത്തൻ ഒരനുഗ്രഹവും ഇല്ലാ മിൻഹു അള്ളാഹുവിൽ നിന്നല്ലാതെ. അവൻ അല്ലദീ യസ്തഹിഖു അൻ യഫ്റുദ ബിൽ ഇബാദത്തി അവൻ മാത്രമാണ് ആരാധന കൊണ്ട് തനിക്കാൻ അർഹനായിട്ടുള്ളത്. വലാക്കിൻ പക്ഷേ അൽ കാഫിറൂന കാഫിരീങ്ങൾ ലജ്ജു അവർ സ്ഥിരപ്പെട്ടുകൊണ്ടേയിരുന്നു, ഇസ്തമറു ഫി ഉത്തുവിൻ ദൃഢമായി നിൽക്കൽ കൊണ്ട്, കസ്വത്തിൻ കാഠിന്യത്താലും, വാദമിലീനിൽ ഹക്കി സത്യത്തോട് ഒരു നിലക്കും പൊരുത്തപ്പെടാത്തതായ രീതിയിൽ, വനുഫൂരിൻ ഷുറൂദിൻ അനിൽ ഹക്കി സത്യത്തോട്ട് വളരെയധികം വിദൂരത്തായതായ നിലക്കും അവർ നിലകൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത ആയത്താണ് അഫമയംഷി മുഖിബൻ അലവജി സ്വന്തം മുഖം താഴ്ത്തി നടക്കുന്നവനാണോ അഹ്ദ ഏറ്റവും സന്മാർഗി അമ്മൻ യംഷി സവിയൻ നേരായി നടക്കുന്നവനേക്കാൾ അലാ സുറാത്തിൽ മുസ്തഖീം ചൊവ്വായ മാർഗത്തിൽ. അയാർ റജുലൈനി അഹദ ഈ രണ്ട് പുരുഷന്മാരിൽ ഏറ്റവും നേരായ മാർഗത്തിൽ നടക്കുന്നവർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. മൻകാന താഇഹൻ ഫിൽ ലലാലി ഒരാൾ വൈകേടിൽ പ്രവേശിച്ചു, ആരിക്കൻ ഫിൽ കുഫ്രിൽ മുങ്ങിക്കൊണ്ട്, കത് ഇൻതകസ കൽബുഹു അവൻ്റെ ഹൃദയമെല്ലാം ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു, ഫസാറൽ ഹക്കോ ഇന്ദഹു ബാത്തിലൻ അവൻ്റെ അടുക്കലുള്ള സത്യം അവൻ്റെ അടുക്കലായി തീർന്നിരിക്കുന്നു, ബാത്തിലൻ നിരർത്ഥകമായത് അല്ലെങ്കിൽ ബാത്തിലായിരിക്കുന്നു, വൽ ബാത്തിലു ഹക്കൻ എന്നാൽ ബാത്തിലായത് അവൻ്റെ അടുക്കൽ സത്യവുമായിരിക്കുന്നു. അവനാണോ നേരായ മനുഷ്യൻ? വമൻ കാന ആലിമൻ ബിൽ ഹക്കി മോസിറൻ ലഹു ആലിമൻ ആമിലം ബിഹി ആരേക്കാൾ വമൻ ഒരുത്തൻ കാന ആലിമൻ ബിൽ ഹക്കി അവന് സത്യം ഏതാണെന്നറിയാം, മോസിറൻ ലഹു അവൻ അതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ആമിലം ബിഹി അവൻ അതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, യംഷി അലാ സുറാത്തിൽ മുസ്തഖീം അവൻ ചൊവ്വായ മാർഗത്തിൽ നടക്കുന്നുണ്ട്, ഫി അക്വാലിഹി അവൻ്റെ വാക്കിലും, വഅമാലിഹി അവൻ്റെ പ്രവൃത്തിയിലും, വജമീ അഹ്വാലിഹി അവൻ്റെ എല്ലാ അവസ്ഥകളിലും. അപ്പോൾ ഈ രണ്ട് ആളുകളിൽ ഒരാൾ അവൻ്റെ അടുക്കൽ സത്യം എന്ന് പറഞ്ഞാൽ ബാത്തിലായ കാര്യങ്ങളാണ്, ബാത്തിൽ അവൻ എന്തിനാക്കിയിരിക്കുന്നു, ഹക്കുമാക്കിയിരിക്കുന്നു. എന്നാൽ മറ്റൊരാൾ സത്യത്തെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് മനുഷ്യരിൽ ആരാണ് ഏറ്റവും സന്മാർഗി എന്ന് ചോദിക്കുകയാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, ഒരാൾ തല താഴ്ത്തി നടക്കുകയും മറ്റൊരാൾ നേരെ നോക്കി നടക്കുകയും ചെയ്യുന്നു, ഇവരിൽ ആരാണ് സന്മാർഗി എന്നുള്ളത്. ഫബി മുജറദിൻ നദരി ഇലാ ഹാലി ഹാദൈനി റജുലൈനി ഈ രണ്ടാളുകളിലേക്കും അവരിലേക്ക് മാത്രം നോക്കുമ്പോൾ യാലമുൽ ഫർഖു ബൈനഹും അവർ രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാകും. വൽ മുഹ്തദി മിനല്ലാലി മിൻഹും ആരാണ് അവയിൽ നിന്നുള്ള നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നും മനസ്സിലാകുന്നതാണ്. വൽ അഹ്വാലു അക്ബറു ഷാഹിദും മിനൽ അക്വാലി ശരിക്കെന്താണ് അവസ്ഥയാണ് ഏറ്റവും വലിയ ദൃക്സാക്ഷി എന്തിനേക്കാൾ, മിനൽ അക്വാലി വാക്കിനേക്കാൾ അവസ്ഥ നോക്കിയാൽ തന്നെ എന്താവും സംഗതികൾ മനസ്സിലാകുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ദൃക്സാക്ഷി. കുൽ നബിയെ താങ്കൾ പറയുക ഹുവല്ലദീ അൻശഅകും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വജഅല ലക്കും അസ്മഅ നിങ്ങൾക്ക് കേൾവി, വൽ അബ്സാറ കാഴ്ച, വൽ അഫ്ഇദത ഹൃദയങ്ങൾ ഒക്കെ നൽകിയത് അവനാകുന്നു. കലീലമ്മാ തശ്കുറൂൻ എന്നിട്ടും നിങ്ങളിൽ നന്ദി ചെയ്യുന്നവർ വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഉള്ളൂ. കുൽ നബിയെ താങ്കൾ പറയുക ഹുവല്ലദീ ദറഅക്കും ഫിൽ അർളി ഭൂമിയിൽ അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്, വൈലേഹി തുഹ്ശറൂൻ അള്ളാഹുലേക്ക് തന്നെയാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. വയക്കൂലൂൻ അവർ പറയും മത്താ ഹാദൽ വഅദ് എപ്പോഴാണ് ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട സംഗതി, അതായത് ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അവർ ചോദിക്കുന്നതാണ്. ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യസന്ധരാണ്, ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾ പറയുന്നുവെങ്കിൽ അതെപ്പോഴാണ് എന്ന് അവർ ചോദിക്കും. കുൽ നബിയെ താങ്കൾ പറയുക ഇന്നമൽ ഇൽമു അതിനെ സംബന്ധിച്ചുള്ള അറിവ്
ഇന്ദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു. വഇന്നമാന നദീർ മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്ന് അവരോട് മറുപടി പറയുക. യഖൂലു തആല, അള്ളാഹു തആല പറയുന്നു, മുബയ്യിനൻ, വ്യക്തമാക്കിക്കൊണ്ട്, അന്നഹുൽ മഅബൂദ് വഹ്ദഹു, അവനാകുന്നു തനിച്ച് ആരാധിക്കപ്പെടേണ്ടവനെന്നും, വദായൻ ഇബാദഹു ഇലാ ശുക്രിഹി, അവൻ്റെ അടിമകളെല്ലാം അവന് നന്ദി ചെയ്യുന്നതിലേക്ക് ക്ഷണിച്ചുകൊണ്ടും, വൈഫ്രാദിഹി ബിൽ ഇബാദത്തി, അവൻ ഇബാദത്ത് കൊണ്ട് അവനെ തനിപ്പിക്കാൻ വേണ്ടിയും അവൻ പറയുന്നു. കുൽ, നബിയെ താങ്കൾ പറയുക, ഹുവല്ലദി അൻശഅക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഐ ഔജദകും മിനൽ അദിമി, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയവൻ അവനാണ്. മിൻ ഐരി മുആവിന്, മറ്റൊരു സഹായിയും കൂടാതെ, ലഹു, അവനിക്ക്, വലാ മുലാഹിരിൻ, ഒരു സഹായി. വലിമ്മ അൻഷക്കും, നിങ്ങളെ ഉണ്ടാക്കിയപ്പോൾ, കമ്മലലക്കുമുൽ വുജൂദ്, നിങ്ങളുടെ ആ ഉണ്ടാക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ബിസ്മി, നിങ്ങൾക്ക് കേൾവി തന്നു. വല്ല അബ്സാരി, കാഴ്ച തന്നു. വല്ല അഫ്ഇദത, ഹൃദയങ്ങൾ തന്നു. അല്ലത്തി ഹിയ അൻഫഉ അളാഇൽ ബദൻ, ശരീരത്തിൻ്റെ ഏറ്റവും ഉപകാരപ്രദമായ അവയവങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വഅക്മലുൽ കവിൽ ജിസ്മാനിയ, ശരീരത്തിൻ്റെ ഏറ്റവും ശക്തിപ്പെട്ട ഭാഗങ്ങളുമാകുന്നു. വലാകിന്നഹു, പക്ഷേ എങ്കിലും, അവൻ മാഹാദല്ലിൻ ആമി, അവൻ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നിട്ടും, കലീലമ്മാ തഷ്കുറൂൻ, നിങ്ങളിൽ നന്ദി ചെയ്യുന്നവർ വളരെ തുച്ഛം ആളുകളാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവർ. കലീലും മിൻകും ഷാക്കിർ, നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ്. കലീലും മിൻകും ശുക്ർ, നന്ദി ചെയ്യുന്നവരും കുറവാണ്, നന്ദിയും കുറവാണ്. കുൽ ഹുവല്ലദീ ദറഅക്കും ഫിൽ അർളി, അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്, ഫിൽ അർളി, ഭൂമിയിൽ, ബസക്കും ഫി അഖ്താരിഹ, ഭൂമിയുടെ ഭാഗങ്ങളിലെല്ലാം നിങ്ങളെ വിശാലമാക്കി തന്നിരിക്കുന്നു, നിങ്ങളെ പരത്തിയിരിക്കുന്നു. വാസ്കനക്കും, നിങ്ങളെ താമസിപ്പിച്ചിരിക്കുന്നു. ഫി അർജായിഹ, ഭൂമിയുടെ ഭാഗങ്ങളിൽ. വാമറക്കും, എന്നിട്ട് നിങ്ങളോട് കൽപ്പിച്ചു. വനഹാക്കും, നിങ്ങളോട് വിരോധിച്ചു. വാസ്ദ അലൈക്കും മിനൻ നിഅമി, അവൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളുടെ മേൽ വർഷിപ്പിച്ചു തന്നു. മാ ബിഹി തൻതഫിഊൻ, അതുകൊണ്ട് നിങ്ങൾ ഉപകാരമെടുക്കുന്നു. സുമ്മ ബഅദ ദാലിക, ഇവയ്ക്കെല്ലാം ശേഷം, യഹ്ശുറുക്കും, അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിന് വേണ്ടി അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. വലാക്കിൻ ഹാദൽ വഅദു ബിൽ ജസാ, ഈ പ്രതിഫലം നൽകൽ കൊണ്ടുള്ള കരാർ, യൻകറുഹു, അതിനെ നിഷേധിക്കുന്നു. ഹൗലായിൽ മുആനിദൂൻ, ഈ മൂട്ട് കാണിക്കുന്ന, ധിക്കാരം കാണിക്കുന്ന ആളുകൾ അതിനെ നിഷേധിക്കുന്നു. വയക്കൂലൂൻ, അവർ പറയുന്നു, തക്ദീബൻ, കളവാക്കിക്കൊണ്ട്, മത്താ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ കിയാമന്നാൾ ഉണ്ടാവുക എന്ന്, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യമാണ്, അങ്ങനെ ഒരു കിയാമന്നാൾ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് എപ്പോഴാണെന്ന് അവർ ചോദിക്കുന്നു. ജാലു, അവർ ആക്കിയിരിക്കുന്നു, അലാമത്ത സിദ്ഖിഹിം, അവർ പറയുന്നത് സത്യമാണ് എന്നുള്ളതിൻ്റെ അടയാളമായി, യഖ്ബിറു ബി വഖ്തി മജീഹി, അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് അതും കൂടി പറഞ്ഞു തന്നാൽ മാത്രമേ കിയാമന്നാൾ ഉണ്ട് എന്നവർ വിശ്വസിക്കുകയുള്ളൂ എന്നവർ പറയുന്നു, ഈ കളവാക്കുന്ന ആളുകൾ, കാഫിരീങ്ങൾ. വഹാദാലുൽമ, ഇതെന്തൊരു അക്രമമാണ്. വൈനാദുൻ, ധിക്കാരമാകുന്നു. ഫൈന്നമൽ ഇൽമു, നിശ്ചയം അത്, ഇൻദല്ലാഹി, അതിനെ സംബന്ധിച്ചുള്ള അറിവെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ലാ ഇൻദ അഹദിൻ മിനൽ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കും കിയാമന്നാൾ എപ്പോഴാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. വലാ മുലാസിമത ബൈന സ്സുദിഖി ഹാദൽ ഖബരി വബൈനൽ ഇഖ്ബാരി ബിവഖ്തിഹി, അപ്പോൾ ഈ പറഞ്ഞ കാര്യം, അതായത് കിയാമന്നാൾ ഉണ്ടാകുമെന്നുള്ളതും അതുപോലെ അതിൻ്റെ സമയം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയും ഇടയിൽ യാതൊരു നിർബന്ധതയുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താലേ കിയാമന്നാൾ ഉണ്ട് എന്ന് വിശ്വസിക്കാവൂ എന്നൊന്നും എന്തായില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഫൈനസിദ് കയാരിഫു ബി അതില്ലത്തിഹി, കാരണം സത്യം അതിൻ്റെ തെളിവുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കപ്പെടുന്നതാണ്. വക്കത് അക്കാമല്ലാഹു മിനൽ അതില്ല, കാരണം അള്ളാഹു കിയാമന്നാൾ ഉണ്ടാകുമെന്നുള്ളതിന് കുറേ തെളിവുകൾ എന്താക്കിയിട്ടുണ്ട്, നിരത്തിയിട്ട്. വൽ ബറാഹീൻ അലാ സിഹത്തി, അത് ശരിയാണ് എന്നതിൻ്റെയും മേൽ. മാലായ ബിക്കാമാഹു അദ്നാശക്കുൻ, അത്തരം കുറേ തെളിവുകൾ നമ്മൾക്ക് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തെളിവുകളോട് കൂടെ അവശേഷിക്കുകയില്ല. അദ്നാശക്കുൻ, ചെറിയ സംശയം പോലും. ലിമൻ അൽ കസമ, കേട്ട ഒരാൾക്കും. വഹുവ ഷഹീദ്, അവൻ സാക്ഷിയായി. കേട്ട ഒരുത്തന് പോലും ആ വിഷയത്തിൽ ഖിയാമന്നാൾ ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ സംശയമുണ്ടാവുകയില്ല. അത്രത്തോളം തെളിവുകൾ അള്ളാഹു തന്നെ പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫലമ്മാ റഅൗ സുൽഫത്തൻ, അവർ അടുത്തതായി കണ്ടപ്പോൾ, സിഅത് വുജൂഹുല്ലദീന കഫറു, അപ്പോൾ നിഷേധികളുടെ മുഖങ്ങളെല്ലാം മോശമായിരിക്കുന്നു, ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു. അതായത് ഈ ശിക്ഷ വരുന്നു എന്ന് കണ്ടപ്പോൾ, ഒരു മഹ്ശറക്ക് ശേഷം ശിക്ഷ സംഭവിക്കുമെന്ന് കണ്ടപ്പോൾ അവരുടെ മുഖമെല്ലാം ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു. വക്കീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, ഇതായിരുന്നു നിങ്ങൾ വാദിച്ചത് എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. കുൽ, നബിയെ താങ്കൾ പറയുക,
അറായിത്തും നിങ്ങൾ എനിക്ക് വിവരം പറഞ്ഞു തരിക, ഇൻ അഹ്ലക്കനി അല്ലാഹു വമൻ മായി എൻ്റെ കൂടെയുള്ളവരെയും എന്നെയും അള്ളാഹു നശിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഔ റഹിമന അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കുകയാണെങ്കിൽ, ഫമൻ യുജീറുൽ കാഫിരീൻ അപ്പോഴും കാഫിരീങ്ങൾക്കാണ് ആരാണ് അഭയം നൽകുക, മിൻ അദാബിൻ അലീം വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്. കുൽ നബിയെ താങ്കൾ പറയുക, ഹുവർ റഹ്മാനു അവൻ ആരാണ്, കാരുണ്യവാനാണ്, ആമന്നാ ബിഹി അവനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു, വ അലൈഹി തവക്കൽന അവൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചു, വസതഅലമൂന വയ്യെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്, അറിയുന്നതാണ്, മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ ആരാണ് വ്യക്തമായ വഴികേടിലെന്ന്. കുൽ നബിയെ താങ്കൾ പറയുക, അറായിത്തും നിങ്ങൾ എന്നോട് പറഞ്ഞു തരി, ഇൻ അസ്ബഹ മാഉക്കും ഔറ നിങ്ങൾക്കുള്ള വെള്ളമെല്ലാം വറ്റിപ്പോയാൽ, ഫമയ്യതീക്കും ബിമാഇൻ മഈൻ ഒഴുകുന്ന വെള്ളത്തെ നിങ്ങൾക്ക് ആരാണ് നൽകുക, ആർക്കും നൽകാൻ കഴിയില്ല, അതൊക്കെ നൽകുന്നവൻ അല്ലാഹു ആണ് എന്നുള്ള അർത്ഥത്തിന്. യാനി അന്ന മഹല്ലു തക്ദീബിൽ കുഫാരി കാഫിരീങ്ങളുടെ കളവാക്കലിൻ്റെ സ്ഥലങ്ങൾ, വ ഉറൂറിഹിം അവരുടെ വഞ്ചനയും, ബിഹി ഹീനക്കാനു ഫി ദുനിയ അവർ ദുനിയാവിലായപ്പോൾ കുറേ വഞ്ചിക്കുകയും കളവാക്കുകയും ഒക്കെ ചെയ്തു. വൈദാക്കാന യൗമുൽ ജസ അപ്പോൾ ഈ കിയാമന്നാളായപ്പോൾ പ്രതിഫലത്തിൻ്റെ ദിവസമായപ്പോൾ, ബറഉൽ അദാബ് മിൻഹും അവരിൽ നിന്ന് ആ ശിക്ഷ കാണുകയും ചെയ്തപ്പോൾ, സുൽഫത്തൻ ആ ശിക്ഷ ഇങ്ങനെ അടുത്ത് വരുന്നതായി അവർ കാണുന്ന സന്ദർഭം ഖുർആൻ വിവരിക്കുകയാണ്. അതായത് അവർ ശിക്ഷയെ മഹ്ശറയിൽ കാണുന്നു. അപ്പോൾ അവർ പറയുകയാണ്, സാഅഹും ദാലിക അത് അവർക്ക് വളരെ മോശമായി, അഫ്ലാഹും അത് അവർക്ക് മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞതായ അവസ്ഥയിൽ വളരെ പ്രയാസത്തിലായി, വകൽക്കല അഫ്ഇദതുഹും അവരുടെ ഹൃദയങ്ങളെല്ലാം പ്രയാസത്തിലായി, ഫതഅയ്യറത് ലിദാലിക വുജൂഹുഹും അവരുടെ മുഖങ്ങളെല്ലാം അതുകൊണ്ട് വിവർണമാവുകയും ചെയ്തു, വവബഹു അലാ തക്ദീബിഹിം അവർ കളവാക്കിയത് കാരണം അവർ തന്നെ ശകാരിച്ചു, വകീല ലഹും അവരോട് പറയപ്പെട്ടു, ഹാദല്ലദീ കുൻതും ബിഹി തുകദിബൂൻ നിങ്ങൾ കളവാക്കിയ കാര്യം, അതായത് ശിക്ഷയുണ്ട് എന്നൊക്കെ ഖുർആൻ അവരോട് പറഞ്ഞപ്പോൾ അവർ അതിനെയൊക്കെ കളവാക്കി. ആ കാര്യം ഇതാ വന്നിരിക്കുന്നു, ഫൽ യൗമു റഅയ്തുമൂഹു ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനെ കണ്ടിരിക്കുന്നു, ഒയ്യാനൻ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ, വൻജലാലക്കുമുൽ അംർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വെളിവായിരിക്കുന്നു, വതഖത്തഅത് ബിക്കുമുൽ അസ്ബാബ് കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് മുറിഞ്ഞിരിക്കുന്നു, വലം യബിക ഇല്ലൽ മുബാശറത്തുൽ അദാബ് ഇനി നിങ്ങൾക്ക് ആ ശിക്ഷയെ വരവേൽക്കലല്ലാതെ നേരിടലല്ലാതെ മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ലല്ലോ എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. വലമ്മാ കാനൽ മുകദ്ദിബൂന ലിർറസൂലി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളവാക്കിയപ്പോൾ, ലദീന യറദ്ദൂന ദഅവതഹു ആ നബിയുടെ പ്രബോധനത്തെ അവർ തടുക്കുന്നു, വയന്തളിറൂന ഹലാക്കു ആ നബിയുടെ നാശം അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു, വയതറബ്ബസൂന അവർ പ്രതീക്ഷിക്കുന്നു, ബിഹി റൈബൽ മനൂൻ മരണം സംഭവിക്കലിനെ, അമറഹുല്ലാഹു അൻ യഖൂല ലഹും അല്ലാഹു അവരോട് നബിയോട് കൽപ്പിച്ചു, അൻ യഖൂല ലഹും അവരോട് പറയാൻ, അൻതും നിങ്ങൾ, വൈൻ ഹസലത്ത് ലക്കും അമാനിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടന്നാലും, വഅഹ്ലകനി അള്ളാഹു എന്നെ നശിപ്പിച്ചാലും, വമൻ മായി എൻ്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളെയും എല്ലാം അള്ളാഹു നശിപ്പിച്ചാലും. നബി അവരോട് പറയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ അള്ളാഹു നശിപ്പിച്ചാലും, വലൈസ ദാലിക ബിനാഫിൻ ലക്കും ഷൈഅ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ലഭിക്കാൻ പോകുന്നില്ല. കാരണം ലിഅന്നക്കും നിശ്ചയം നിങ്ങൾ കഫർതും ബിആയാതില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിക്ഷക്ക് അർഹരാവുകയും ചെയ്തിരിക്കുന്നു. ഫമൻ യുജീർക്കും നിങ്ങൾക്കാരാണ് അഭയം നൽകുക, മിൻ അദാബിൻ അലീം വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്, കത് തഹ്തിമു വുഖൂഹു ബിക്കും അത് നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഫൈദൻ താബുക്കും അപ്പോൾ നിങ്ങളുടെ ആ പ്രയാസപ്പെടൽ, വഹർസുക്കും നിങ്ങളുടെ പ്രയത്നവുമെല്ലാം, നിങ്ങളുടെ ക്ഷീണിക്കലും പ്രയത്നവുമെല്ലാം, അല ഹലാക്കി ഞാൻ നശിക്കാൻ വേണ്ടി, ഐറു മുഫീദ അതൊരു ഉപകാരവുമില്ലാതെയായിരിക്കുന്നു, വലാ മജ്ദുലക്കും ഷൈഅ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തന്നെ എത്തിക്കാത്തതായിരിക്കുന്നു. വമിൻ കൗലിഹിം അതുപോലെ കാഫിരീങ്ങൾ പറഞ്ഞതാണ്, ഇന്നഹും അലാ ഹുദാ വറസൂലു അലൽ ദലാൽ നിശ്ചയം ഞങ്ങൾ സന്മാർഗത്തിലാണ്, അവരാണ് സന്മാർഗത്തിൽ എന്ന് അവർ പറഞ്ഞു, വറസൂലു അലൽ ദലാൽ റസൂല് വൈകേടിലാണ് എന്നും പറഞ്ഞു. ആദു ഫീ ദാലിക അവർ അതിൽ അതിക്രമം കാണിച്ചു, വഅബദു അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു, ജാദലു അലേഹി അവർ അതിൻ്റെ മേൽ തർക്കിക്കുകയും ചെയ്തു, കാത്തലു അവർ യുദ്ധം ചെയ്യുകയും ചെയ്തു. ഫമർ അല്ലാഹു നബിയഹു അപ്പോൾ അള്ളാഹു നബിയോട് കൽപ്പിച്ചു, അൻ യുഖ്ബിറ അൻ ഹാലിഹി അതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് അവരോട് വിവരം പറയാൻ, വഹാല് അതിബാഹി ആ നബിയെക്കുറിച്ചും നബിയുടെ പിൻപറ്റുന്ന ആളുകളെക്കുറിച്ചും, മാ ബിഹി യതബയ്യനു ലക്കും ലികുല്ലി അഹദിൻ ഹുദാഹും വതഖ്വാഹും
വഹുവ യഖൂലു ആമന്നാ ബിഹി. ഇതൊക്കെ അവർ ചെയ്തപ്പോൾ നബിയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് നബിയുടെയും സഹാബത്തിൻ്റെയും അവസ്ഥ അവരോട് പറഞ്ഞു കൊടുക്കാൻ. വമാ ബിഹി, അതുകൊണ്ട് യതബയ്യനു ലികുല്ലി അഹദിൻ ഹുദാഹും വതഖ്വാഹും, അവരുടെ തഖ്വയും അവരുടെ സന്മാർഗവും എല്ലാം എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ. വഹുവ യഖൂലു, അവർ പറയലാണ് ആമന്നാ ബിഹി വഅലൈഹി തവക്കൽന, അതായത് മുഅ്മിനീങ്ങളെല്ലാവരും പറയാണ് ആമന്നാ ബിഹി, ഞങ്ങൾ അവനെ കൊണ്ട് വിശ്വസിച്ചു, വഅലൈഹി തവക്കൽന, ഞങ്ങൾ അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചു. വൽ ഈമാൻ യശ്മുലു തസ്ദീഖുൽ ബാത്തിൻ, മറഞ്ഞ കാര്യങ്ങളെയെല്ലാം വാസ്തവമാക്കുന്നതും ഈമാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വൽ അമാലുൽ ബാത്തിന വല്ലാഹിറ, ബാത്തിനായത് മറഞ്ഞതും പരസ്യവുമായ എല്ലാ അമലുകളെയും വിശ്വസിക്കുന്നു എന്നും. വലമ്മാ കാനത്തിൽ അമാലു വുജൂദുഹ വ കമാലുഹ, അപ്പോൾ അമലുകൾ എത്തിക്കലും അതിൻ്റെ പൂർണ്ണതയും മുത്തവക്കിഫത്തുൻ അല തവക്കുൽ, അതെല്ലാം നിലകൊള്ളുന്നത് തവക്കുൽ ഭരമേൽപ്പിക്കുന്നതിലാണ്. ഹസ്സല്ലാഹു തവക്കുല, അപ്പോൾ അള്ളാഹു ഇവിടെ തവക്കുലാക്കണമെന്ന് എടുത്തു പറഞ്ഞു. മിൻ സായിരിൽ അമാലി, മറ്റെല്ലാ അമലുകളെയും പറയുന്നതിന് പകരം ഓരോ അമലുകൾ ഇന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം ആയത്തിൽ പറഞ്ഞതെന്താ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാ പ്രവർത്തനങ്ങളും എന്തിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, തവക്കലിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ സായിരിൽ അമാലി ഹസ്സല്ലാഹു തവക്കുല മിൻ ബൈനി സായിരിൽ അമാലി, അമലുകളിൽ നിന്നുള്ള മറ്റെല്ലാ അമലുകളെക്കാളും അള്ളാഹു തവക്കലിനെ പ്രത്യേകമാക്കി പറഞ്ഞു. വ ഇല്ലാ ഫഹുവ ദാഖിലുൻ ഫിൽ ഈമാൻ, ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും അത് ഈമാനിൻ്റെ വിഷയത്തിൽ അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ അള്ളാഹുൽ ഭരമേൽപ്പിക്കണം. വമിൻ ജുംലത്തി ലവാസിമിഹി, അത് അതിൻ്റെ ലാസിമിൽപ്പെട്ടതാണ്. കമാ കാല താല, ഇതുപോലെ അള്ളാഹു മറ്റൊരായത്തിൽ കാണാം, വാലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ ഫതവക്കലു, നിങ്ങൾ ഭരമേൽപ്പിക്കുക, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന്. ഫൈദാ കാനത്ത് ഹാദിഹി ഹാലുർ റസൂലി, അപ്പോൾ റസൂലിൻ്റെ അവസ്ഥ ഇതായപ്പോൾ, വഹാലുമൻ അത്തബാഹു, നബിയെ പിൻപറ്റിയവരുടെയും അവസ്ഥ ഇതായപ്പോൾ, വഹിയൽ ഹാലുല്ലത്തി, അപ്പോൾ ഉറപ്പായി ഇതാണ് അവസ്ഥ എന്ന്. തതായ്യനുൽ ഫലാഹി, വിജയം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കുന്ന മാർഗം ഇതാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. വതതവക്കഫു അലൈഹ സആദ, അതിൻ്റെ മുകളിലാണ് വിജയം നിലകൊള്ളുന്നത്. വഹാലത്തു ആദാഹി ബിൽദിഹ, അപ്പോൾ നബിയുടെ ശത്രുക്കളുടെ എല്ലാം അവസ്ഥ എന്താണ്, ബിൽദിഹ, ഈ പറഞ്ഞ ഇതിൻ്റെ എതിരാണ് എന്നും ബോധ്യമായി. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാതിരിക്കലും ഭരമേൽപ്പിക്കാതിരിക്കലുമാണ് ശത്രുക്കളുടെ അവസ്ഥ എന്നുള്ളതും. ഫലാ ഈമാന ലഹും, അവർക്ക് യാതൊരു വിശ്വാസവുമില്ല. ഫലാ തവക്കുൽ, അവർ ഭരമേൽപ്പിക്കുകയുമില്ല. അലിമ ബിദാലിക്ക, ഈ പറഞ്ഞത് കൊണ്ട് ബോധ്യമായി അല്ലെങ്കിൽ മനസ്സിലായി. മൻ ഹുവ അലാ ഹുദ, സന്മാർഗത്തിൽ ആരാണ് എന്ന്. വമൻ ഹുവ ഫീ ദലാലി മുബീൻ, ആരാണ് വ്യക്തമായ വൈകേടിൽ എന്നും ഈ ആയത്തുകൊണ്ട് മനസ്സിലാകുന്നതാണ്. സുമ്മ അഖ്ബറാൻ ഇൻഫിറാദിഹി ബിന്നിഅമി, പിന്നെ അള്ളാഹുവാണ് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊണ്ട് തനിച്ച് നിലകൊള്ളുന്നത്. ഖുസൂസൻ, പ്രത്യേകിച്ചും ബിൽമായി, വെള്ളം കൊണ്ട്. അല്ലദീ ജഅലല്ലാഹു മിൻഹു ലികുല്ലി ഷൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും അള്ളാഹു വെള്ളത്തെ എന്താക്കി, നിശ്ചയിച്ചു കൊടുത്തു, പ്രത്യേകമാക്കി കൊടുത്തു. വക്കാല, അള്ളാഹു പറഞ്ഞു, കുൽ, നബിയെ താങ്കൾ പറയുക, അറഅയ്തും, നിങ്ങൾ എനിക്ക് വിവരം പറഞ്ഞു തരിക, ഇന്ന അസ്ബഹ മാ ഉക്കും ഔറ, നിങ്ങളുടെ വെള്ളമെല്ലാം വറ്റിപ്പോയാൽ, ആയിറൻ വറ്റിപ്പോയതായാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഒഴുകുന്ന വെള്ളത്തെ നിങ്ങൾക്കാരാണ് നൽകുക. തശ്രബൂന മിൻഹു, അതിൽ നിന്ന് നിങ്ങൾ കുടിക്കും. വതസ്കൂനാൻ ആമക്കും, നിങ്ങളുടെ മൃഗങ്ങളെ നിങ്ങൾ കുടിപ്പിക്കും. വഅശ്ജാറക്കും, നിങ്ങളുടെ മരങ്ങളെയും. വസുറൂഅക്കും, നിങ്ങളുടെ കൃഷികളെയും. ഇതിനെല്ലാം നനയ്ക്കാനും അതുപോലെ നിങ്ങൾ കുടിക്കാനും ഉപയോഗിക്കുന്ന വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. അതാ ഇസ്തിഫാമു ബിൻ മാനൻ നഫി, ഇത് അതായത് നിങ്ങൾ ആറായിത്തും ഇന്നസ്ബാ മാവുക്കും ഔറ എന്നുള്ള ഇസ്തിഫാം ചോദ്യമാണ്, ആരാണ് നൽകുക എന്നുള്ളതാണ്. പക്ഷെ അതെന്താണ്, ബിമാനൻ നഫി, ആരുമില്ല, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള അർത്ഥത്തിനുള്ള ഇസ്തിഫാമാണ്. ലാ യുഖദ്ദിറു അഹദുൻ അലാ ദാലിക, ഒരാൾക്കും അതിന് കൈവാകുകയില്ല. അല്ലാഹു തആല, അള്ളാഹു തആലക്കല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം നൽകാൻ മറ്റാൾക്കും കൈവാകുകയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. തമ്മത്ത് വല്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ വിശദീകരണം ഇവിടെ പൂർത്തിയാവുകയാണ്. തഫ്സീർ, ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത പാഠം ഇൻഷാ അല്ലാഹ്.